നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ അവസാനിക്കാൻ പോകുന്നു. ഈ മാസവും അടുത്ത മാസവും കളി നടക്കുന്നതോടുകൂടി സീസണിലെ മത്സരങ്ങൾ അവസാനിക്കും. അപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴേ സജീവമാണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ഫ്രീ ഏജൻ്റ് ആകുന്ന 10 താരങ്ങൾ, പ്രധാനപ്പെട്ട 10 താരങ്ങളുടെ ലിസ്റ്റ് ഒരു റാങ്കിങ് അടിസ്ഥാനത്തിൽ തന്നെ goal.com പുറത്തുവിടുന്നു. അതിൽ 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് തോമസ് പാർട്ടിയാണ്. ആഴ്സണലിൻ്റെ താരം. അദ്ദേഹം ആഴ്സണലുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഈ ഒരു സീസണോടുകൂടി അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് എവിടേക്ക് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. 9ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്ന ഏഞ്ചൽ ഗോമസിനെയാണ്. ഏഞ്ചൽ ഗോമസ് നമുക്കറിയാം, മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ്. ഇംഗ്ലീഷ് ദേശീയ ടീമിൽ അവസരം ലഭിക്കുന്നയാളാണ്. ലീഗ് 1 ക്ലബ്ബായിട്ടുള്ള ലില്ലിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറും. പല ക്ലബ്ബുകളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. ബാഴ്സലോണ, ടോട്ടൻഹാം, വെസ്റ്റ് ഹാം, റോമ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്, ഇൻക്ലൂഡിങ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. 8ാം സ്ഥാനത്ത് ലിറോയ് സനയാണ്. ലിറോയ് സനെ ബയൺ മ്യൂണിക്ക് വിടുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് എക്സ്പയർ ആവാൻ വേണ്ടി പോകുന്നു. 7ാം സ്ഥാനത്ത് നെയ്മർ ജൂനിയറാണ്. നെയ്മർ ജൂനിയർ ഇപ്പോൾ അൽ ഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് എത്തിയത് 5 മാസത്തെ മാത്രം കോൺട്രാക്റ്റിലാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുമോ, അതല്ല അദ്ദേഹം സ്വപ്നം കാണുന്ന യൂറോപ്പിലേക്കുള്ള മടക്കമാണ് എന്ന് പലരും റിപ്പോർട്ട് ചെയ്യുന്നു. അത് സംഭവിക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. 6ാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിനെയാണ്. ഡിബ്രൂയിനെ താൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ് എന്നുള്ളത് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബ് വിടും, ഫ്രീ ഏജൻ്റായിട്ട് പോവുകയാണ്. അപ്പോൾ എവിടേക്ക്? MLS ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ടെന്ന് കേട്ടു. ഇപ്പോൾ ഇന്നലത്തെ സിറ്റിയുടെ കളി കഴിഞ്ഞതിന് ശേഷം പ്രീമിയർ ലീഗിൽ തന്നെ സിറ്റി അല്ലാതെ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഭാവിയിൽ എന്തും സംഭവിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി അദ്ദേഹം പ്രീമിയർ ലീഗിൽ മറ്റേതെങ്കിലും ക്ലബ്ബിൽ കളിക്കുമോ കണ്ടറിയണം. 5ാം സ്ഥാനത്ത് ജൊനാഥൻ ഡേവിഡാണ്. ജൊനാഥൻ ഡേവിഡും ലില്ലി OSCയുമായിട്ടുള്ള ബന്ധം ഈ സീസണോട് കൂടി അവസാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് നേരത്തെ ബയൺ മ്യൂണിക്ക്, ബാഴ്സലോണ, യുവൻറ്റസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തെ താല്പര്യമുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും സ്പാനിഷ് ക്ലബ്ബിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നു എന്ന് goal.com റിപ്പോർട്ട് ചെയ്യുന്നു. ജൊനാഥൻ ടായാണ് 4ാം സ്ഥാനത്ത്. അദ്ദേഹം ഈ സീസണോടുകൂടി എന്തായാലും ബയർ ലെവർക്യൂസൻ വിടുകയാണ്. ഏത് ക്ലബ്ബ് എന്നുള്ള ചോദ്യമുണ്ട്. ബയണുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, ചെൽസി തുടങ്ങിയ ക്ലബ്ബുകളുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും ഒരു പക്ഷേ ബാഴ്സയിലേക്ക് എത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ദെൻ 3ാം സ്ഥാനത്ത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ്. അദ്ദേഹം എന്തായാലും ലിവർപൂൾ വിടുകയാണ് എന്നാണ് വരുന്ന റിപ്പോർട്ടുകളൊക്കെ. ഫബ്രീസോ റൊമാനയ്ക്ക് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. 2ാമത് ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്, ഇന്റർ മയാമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ്. പക്ഷേ 2026 അവസാനം വരെ അദ്ദേഹം പുതിയ കോൺട്രാക്റ്റ്, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന് ഡേവിഡ് ഓൺസ്റ്റിൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. 1ാം സ്ഥാനത്ത് വെർജിൽ വാൻ ഡൈക്കാണ്. ഇപ്പം മോസല ഓൾറെഡി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. വെർജിൽ വാൻ ഡൈക്കിൻ്റെ കോൺട്രാക്റ്റ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് കൂടി അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ ഫബ്രീസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ ലിവർപൂളുമായിട്ട് എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്തിട്ടുണ്ട്, ഇനി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ ഫ്രീ ഏജൻറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് മാറും. ഇതാണിപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന, പ്രതീക്ഷിക്കാവുന്ന മികച്ച 10 ഫ്രീ ഏജൻറ്റുമാർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.